ഞാൻ അരുൺ രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. ആശുപത്രിയിലെ കോറിഡോറുകൾ എല്ലാം ശൂന്യമായി. ലൈറ്റുകൾ ചിലപ്പോൾ ചിമ്മി ഓഫ് ആവുന്നത് പോലെ തോന്നി. ആ രാത്രി ഒറ്റയ്ക്ക് വാക്കിനും ശബ്ദത്തിനും വിലങ്ങുവീണൊരു അന്തരീക്ഷം. പെട്ടെന്ന് വാർഡ് നമ്പർ 13ലേക്ക് വിളിച്ചു. ഡോക്ടർ, ഡോക്ടർ എന്നൊരു സ്ത്രീ ശബ്ദം. ഞാൻ അവിടേക്ക് ഓടിപ്പോയി. വാതിൽ തുറന്നപ്പോൾ ബെഡിൽ ഒരുത്തി ഇരിക്കുകയായിരുന്നു. വെളുത്ത വസ്ത്രം, കണ്ണുകൾ മുഴുവൻ കറുപ്പ്, മുഖം രക്തം കൊണ്ട് മലിനം. ഞാൻ പേടി ഒതുക്കി ചോദിച്ചു, എന്താ പ്രശ്നം? അവൾ മെല്ലെ ചിരിച്ചു. ഡോക്ടർ, നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ മരിച്ചിരുന്നു. നിങ്ങളുടെ മുന്നിൽ തന്നെ. എന്റെ ശരീരം വിറച്ചു. ഞാൻ ഓർത്തു, ആ യുവതി ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചിരുന്നു. ഞാനാണ് അവളുടെ മരണം രേഖപ്പെടുത്തിയത്. പക്ഷേ എങ്ങനെ ഇപ്പോൾ അവൾ ഇവിടെ? അവൾ എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. ഓരോ ചുവടും എടുത്തപ്പോൾ നിലത്ത് ചോരത്തുള്ളികൾ വീണു. ഞാൻ പിന്നോട്ട് നീങ്ങാൻ നോക്കി, പക്ഷേ കാലുകൾ കട്ടിപിടിച്ച പോലെ. അവളുടെ മുഖം എനിക്ക് അടുത്തു വന്നു. നിങ്ങൾ രക്ഷിച്ചില്ല, ഇനി നിങ്ങൾക്കും രക്ഷയില്ല. പെട്ടെന്ന് ലൈറ്റ് മുഴുവൻ ഓഫ്. ഇരുട്ടിൽ അവളുടെ കരച്ചിലും ചിരിയും കലർന്ന ശബ്ദം. എന്റെ ചെവിക്കരികിൽ അവളുടെ തണുത്ത ശ്വാസം. ഞാൻ ഓടാൻ ശ്രമിച്ചു, പക്ഷേ ആരോ എന്റെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നത് പോലെ. അപ്പോൾ വാതിൽ തുറന്ന ശബ്ദം. എന്റെ സഹ ഡോക്ടർ അകത്തു കടന്നു. ലൈറ്റ് വീണ്ടും തെളിഞ്ഞു. ബെഡും ശൂന്യം. പക്ഷേ നിലത്ത് പുതുതായി വീണ രക്തത്തുള്ളികൾ ഇപ്പോഴും തിളങ്ങിക്കൊണ്ടിരുന്നു.